എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയ കക്ഷിയായ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില ചതുരംഗ കളികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അങ്ങ് ഡൽഹിയിൽ ഉള്ള രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും മറ്റു പലർക്കും ഈ കേരളത്തിൽ നടക്കുന്ന അന്തനാടകങ്ങൾ എന്താണെന്നറിയില്ല. കാരണം അവർക്ക് മലയാളം അറിയില്ല. ഇവിടെ ശുഭവസ്ത്രം ധരിഞ്ഞ് വെറും കാട്ടാളത്തുരും വെറും വെറുപ്പിൻ്റെയും എങ്ങനെ ഈ പാർട്ടിയെ തകർക്കാമെന്നുള്ള വികൃതി ചിരിയുമായി നടക്കുന്ന കുറേ വിവരം കെട്ട കോൺഗ്രസ്സുകാരാണ് ഇന്ന് ഇവിടെ ഇതിനെ വളരാതെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് അച്ചാരവും വാങ്ങി സുഖലോലുവന്മാരായി നടക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇവർ പ്രതിപക്ഷത്തെ വിമർശിക്കും, രഹസ്യമായി അവരുമായി സമ്പർക്കവും. ഇത് പൊതുജനം കഴുതയല്ല, പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു ചങ്കൂറ്റമുള്ള നേതാവായിരുന്നു കെ സുധാകരൻ. അദ്ദേഹം ഉണ്ടായിരുന്നാൽ ഇവ പലരുടെയും തരികിട നടക്കില്ല. ചങ്കൂറ്റത്തോടെ അണികളെ നയിച്ച അദ്ദേഹത്തെ ഗൂഢസംഘം ചേർന്ന് മാറ്റി കോളിനോസ് പുഞ്ചിരുമായിട്ടങ്ങ് നടക്കുകയാണ്. അറിയില്ല, കുറിച്ചു വച്ചോളൂ. നീയൊക്കെ അറിയാത്തതിനപ്പുറമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണത്. ആർക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അതവസാനം ജനം തിരിച്ചറിയും. ഒന്ന് മനസ്സിലാക്കുക, എല്ലാ കോൺഗ്രസ് അനുഭാവികൾക്കും അറിയാം, ഏത് നേതൃത്വ നിരയിൽ രണ്ടും കെട്ട പണി കാണിക്കുന്ന ഈ നേതൃത്വ നിരയുടെ സ്വഭാവങ്ങൾ നല്ല രീതിയിൽ കേരളക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ഉള്ളത് തുറന്നു പറയുന്നവരെ, ചങ്കുറ്റത്തോടെ മുന്നിൽ നിൽക്കുന്നവരെ, തോന്നുന്നത് പരസ്യമായി തന്നെ പറയുന്ന നേതാക്കന്മാരെ ഒതുക്കുക എന്നുള്ളത് ചില ശിങ്കിടികൾക്ക് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഈ ഡൽഹിയിൽ വലിയൊരു കുസിനയിലും ഞരങ്ങി നടന്നിട്ട് അവിടെ നിന്നൊരു എന്തോ വലിയ നേതാവെന്ന് ധരിച്ച് ഇവിടെ വന്ന് മനുഷ്യൻ്റെ വിഡ്ഢിവേഷം കിട്ടാൻ കുറേ സുൽഫന്തികളും കൂട്ടി കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അറിയില്ല ആരൊക്കെയാണ് മുഖ്യമന്ത്രിയാകുമ്പോൾ ഇടേണ്ട ഉടുപ്പുകൾ തുന്നി വച്ചിരിക്കുകയെന്ന് അറിയില്ല. പലരും തുന്നിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്ന അപ്പുറമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണത്. തീർച്ചയായിട്ടും ഇവിടെ കഴിവുള്ളവരുണ്ട്, അവരെ നിശബ്ദരാക്കാൻ പറ്റില്ല. അവർ തൻ്റെ ഇടത്തോടെ എല്ലാവരുടെയും മുന്നിൽ, ജനത്തിൻ്റെ മുന്നിൽ അവരുണ്ടാകും. അന്ന് ജനം വിധിക്കും ആര് എന്താകണമെന്ന്, ആര് മുഖ്യമന്ത്രിയാകണമെന്ന്. അന്ന് ജനം തീരുമാനിക്കാം. അങ്ങനെയുള്ളൊരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവുണ്ടാകൂ. ഇതുവരെ ഇത് വെച്ചാൽ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. കാരണം ഇവിടെ മൊത്തം കുതുകാലി വെട്ടികളാണ്. ഇവിടെ ഡൽഹിയിലിപ്പോൾ ഒരു വിടിച്ചിരിക്കും, അവിടെ ആൾക്കാരെ ഫൂളാക്കാൻ ഇവനൊക്കെ വലിയ കഴിവുണ്ട്. ഡൽഹിയിൽ ഇവൻ്റെ കളി കളിക്കും. പക്ഷേ കേരളത്തിൽ ആ കളി അത്ര എളുപ്പമല്ല. തൻ്റെ ഉള്ള കാണിക്കട്ടെ, കണ്ണൂർ പോയി കളിക്കട്ടെ കണ്ണൂരിൽ കളി. കെ സുധാകരൻ സണ്ണി ജോസഫിനെ അനുകരിച്ചൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് ധാർമ്മികത, അത് ആ വലിയ മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയാം. തുറന്നു നിന്ന് പ്രതികരിക്കില്ല. തുറന്നു നിന്ന് പ്രതികരിക്കുന്നത് അത് സത്യമായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും. സോ കൂടുതലൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവിടെ ഒരു വിവരം കെട്ടവനും എല്ലാം വിവരം കെട്ടവന്മാരാണ്. മനുഷ്യനെ വിഡ്ഢിവേഷം കെട്ടാൻ വേണ്ടി കുറേ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കും, ലെഫ്റ്റും റൈറ്റും. ഇവിടെ വരുന്ന ഡൽഹിയിൽ നിന്ന് ആര് വന്നാലും അവർക്ക് ഇവിടത്തെക്കുറിച്ചുള്ളൊരു നല്ലൊരു ബോധ്യപ്പെടുത്തലിനായി ആരും ശ്രമിക്കാറില്ല. ഇവിടെ ചങ്കൂറ്റുള്ളവനെ ഒതുക്കുക, ഇത് മാത്രമുള്ള ഇവിടുത്തെ ഈ ഗൂഢ സംഘങ്ങൾക്ക് കാണാം. കൂടുതലും എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ അച്ചാരവും വാങ്ങി അവരെ വീണ്ടും
അധികാരത്തിൽ വരുത്താമെന്ന് അച്ചാരം വാങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഒരിക്കൽ കൂടി പറയുന്നു, മനുഷ്യന് എന്നും പറ്റിക്കാൻ പറ്റില്ല. മനുഷ്യൻ തിരിച്ചു കൊത്തും. 100% ശക്തിയോട്. ഇവിടെ തരൂറിനെയും സുധാകരനെയും ജനഹൃദയങ്ങളും ഒരുത്തനും തകർത്ത് മറ്റുള്ളവർക്ക് ഗൂഢസംഘങ്ങൾക്ക് വിജയം കൊയ്യാമെന്ന് ധരിക്കേണ്ട. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.